നമ്മൾ കണ്ണൂർ ഇരിട്ടിയിൽ വി.ഡി. സതീശൻ അനുകൂലിക്കുന്ന ആളുകളുടെ കോൺഗ്രസുകാരുടെ പ്രകടനം കണ്ടെങ്കിൽ ഇതാ ഈ കാണുന്നത് ഇത് കൊച്ചിയിൽ നിന്നുള്ള കൊച്ചി നെട്ടൂരിൽ നിന്നുള്ള കൊച്ചിയുടെ ഹൃദയഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. വലിയ പ്രകടനം ആണിപ്പോൾ കാണുന്നത്. വി.ഡി. സതീശൻ നാട് ഭരിക്കട്ടെ, പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊച്ചി നെട്ടൂരിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. തെരുവിലിറങ്ങുകയാണ് വി.ഡി. സതീശന് വേണ്ടി. അവരുടെ ഈ കാണുന്ന ആളുകൾക്കൊക്കെ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ വരണം. കേരളത്തിൽ ഒരു നോക്കുകൂലി സമ്പ്രദായമില്ല, നോക്കുകൂലി നിയമവിധേയമായി അത് നിരോധിച്ചതാണെന്നൊക്കെ പ്രവർത്തകർ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം കെ.സി. വേണുഗോപാൽ ഇത്തവണ മത്സരിച്ചിട്ടില്ല. മത്സരിക്കാത്ത ഒരാൾ എങ്ങനെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാവുക എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഈ വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ഈ മുഖ്യമന്ത്രി ചർച്ചകൾക്കൊക്കെ ആദ്യം തുടക്കമിട്ടത് കൊച്ചിയിൽ നിന്നാണ് കേട്ടോ. ഷിയാസിന്റെ ഒരു വാചകമാണ്, കൊച്ചിയിൽ നിന്നൊരു മുഖ്യമന്ത്രി. ഇതാ ഇപ്പോൾ വി.ഡി. സതീശനായി അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറഞ്ഞ കൊച്ചിയിലൊക്കെ വ്യാപകമായി ആളുകൾ പ്രകടനവുമായി രംഗത്തേക്ക് വരികയാണോ? എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിൽ പരസ്യമായ ഒരു പ്രതിഷേധം അരങ്ങേറുന്നത് ഒരുപക്ഷെ ഈ മരട് നെട്ടൂരായിരിക്കാം. മരട് നെട്ടൂർ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ജന്മദേശം കൂടിയാണ്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മേഖല കൂടിയാണ്. അവിടെ INTUC ഓഫീസിന് താഴെയാണ് INTUC തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അവരവരുടെ വേഷവിധാനങ്ങളിൽ, അതായത് യൂണിഫോം ഉൾപ്പെടെ ധരിച്ചാണ് വി.ഡി. സതീശനെ അനുകൂലിച്ച് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആദ്യമായി തെരുവിലിറങ്ങിയത്. ഈ വി.ഡി. സതീശന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു പരസ്യ പ്രതിഷേധം. ഇത് ആവശ്യപ്പെടുക എന്ന് പറയുന്ന ടേം ഒരിക്കലും ഞങ്ങളിത് പാർട്ടിക്കെതിരായിട്ടുള്ളൊരു നിലപാടല്ല. ഞങ്ങളുടെ ഒരു സ്നേഹപ്രകടനമാണ്. ഞങ്ങളുടെ നാട്ടുകാരനാണ് വി.ഡി. സതീശൻ. ഞങ്ങളെല്ലാവരുമായിട്ട് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യം. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരള സമൂഹമായിട്ടുള്ള ഒരു ഡിസ്കണക്ട് ഫാക്ടറിന് മാറ്റി ഒരു കണക്ടിവിറ്റി സ്ഥാപിച്ചത്, ജനങ്ങളുമായ ഒരു കണക്ടിവിറ്റി സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ്റെ നിലപാടുകളാണ്. വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടുകളാണെങ്കിലും വികസനത്തിന് വേണ്ടിയിട്ടുള്ള, ഇപ്പം ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തെ കൃത്യമായി എതിർക്കുമ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ എന്താ പറയുക, ഒരു കൂളായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് കേരളത്തിന് വേണ്ടത്. അതുപോലെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ പ്രദേശമാണ്. അതെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങൾ കാണുന്നത് സതീശൻ ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങളെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുപോകുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് ഞങ്ങളോടും പറഞ്ഞത് ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ആരെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ വോട്ട് പിടിച്ച് നമുക്ക് നേടാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ മാർഗദർശിയാണ് അദ്ദേഹം. ഞങ്ങളുടെ രാഷ്ട്രീയ ഗുരുവാണ് അദ്ദേഹം. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ഇത്രയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുന്ന അദ്ദേഹമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട് ഇത്രയും ഇടങ്ങേറായി കിടന്നിട്ടും അദ്ദേഹം ഒരാൾ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഈ പാർട്ടി ഇത്രയും രീതിയിൽ നമുക്ക് 102+ എന്ന രീതിയിൽ എത്താൻ പറ്റിയത്. അപ്പോൾ ഹൈക്കമാൻഡിൽ തീരുമാനം വന്നത്, ആ തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് പറഞ്ഞത് എംപിമാരും മത്സരിക്കരുത് എന്നതാണ്. അത് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി പുള്ളിക്കൊരു ദൗത്യം, പ്രതിപക്ഷ നേതാവായിട്ട് കഴിഞ്ഞ 5 കൊല്ലം 2021 പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിച്ചു പ്രതിപക്ഷ നേതാവായിട്ട്. ആ ദൗത്യം പുള്ളി കറക്റ്റായിട്ട് നിറവേറ്റി. പുള്ളി പറഞ്ഞ പോലെ 100+ എന്ന് പറയാൻ പറ്റിയ വേറൊരു നേതാവ് ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ 100+. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞത്, ഈ സതീശൻ ചേട്ടൻ പറഞ്ഞത് 12 മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞത്, അതിലൊന്ന് അങ്ങാടി ഇങ്ങോട്ട് മാറും എന്ന് പറഞ്ഞാൽ അതിൽ ഒരെണ്ണം അങ്ങോട്ട് 13 മന്ത്രിമാർ ശരിയായി. പറഞ്ഞതെല്ലാം ശരി. അതാണ് നിലപാടിൻ്റെ രാജകുമാരൻ എന്ന് പറയണ. പറഞ്ഞതെല്ലാം ശരിയാവുന്ന അതാണ് VDS. പുള്ളിക്ക് ഒരു CM പദവി കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ ആഗ്രഹം. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരെ അറിയിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നാലും വി.ഡി. സതീശന് അർഹമായ സ്ഥാനം കിട്ടണം. അതിനുവേണ്ടി അദ്ദേഹത്തോടുള്ള നന്ദി അറിയിച്ച്, അല്ലെങ്കിൽ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മനാടും അദ്ദേഹം ആദ്യം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മേഖലയുമായ മരട് നെട്ടൂരിൽ ഇത്തരത്തിൽ INTUC പ്രവർത്തകരുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പരസ്യമായ ഒരു പ്രകടനം അരങ്ങേറിയിരിക്കുന്നത്. തുടർന്നും പ്രകടനങ്ങൾ ഉണ്ടാവും, കൂടുതൽ ആളുകൾ പങ്കെടുക്കും. എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് അറിയിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ജന്മനാട്ടിലുള്ളത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.